നിങ്ങളുടെ കപിൽദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ, റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച 2 അടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവൂല. സുരേഷ് ഇവിടെ പടക്കട ചളമായ കേസ് 15-ാം തീയതി അല്ലേ ഭാസ്കരൻ വരുന്നത്? അവനിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ എസ് ഐയെ തീർപ്പിക്കും. പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്തും നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനെവിടെ ശിവൻകുട്ടി അടികൊണ്ട് നിവരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട അണ്ണാ. ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ? ഇതിനുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെയുള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത്. എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ? ഇതിലുണ്ടേണ്ട, ഇല്ലാതെങ്ങനെ? ഇതിനകത്ത് വല്ല ഉണ്ടാ? ഇല്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റും. എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ്? ആക്രാന്തം പിടിക്കല്ലേ, തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി 2 കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇത് ജാങ്കോ ഒരു തടവ് സ്വന്നാത് 100 തടവ് സ്വന്ന മാതിരി. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്. അതല്ല ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഒരു ലാത്തിയാണ്. വാടോ, എസ് ഐക്ക് വിവരം കൊടുക്കാം. ഇത് താണ്ട പോലീസ്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ, അറിയോ? കാളഭാസ്കരൻ വന്നാ എന്നെ കൊല്ലും. അതാലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകള്. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം, എനിക്ക് അവനെയും. നീയല്ലേ? ധൈര്യമായിട്ട് പോ. ചെല്ലേ. കുട്ടാ, ഇത് ആരുടെ വീടാ? നല്ല കുട്ടി. അല്ല, ആരാ ഇത്? അച്ഛൻ ഇന്നലെ ഗുരുവായൂരിന് വരുമ്പോ കൊണ്ടുവന്നതാ. അതെയോ? അവന് കൊടുക്ക. കുട്ടാ, ആ, ഇത് ശിവൻചാട്ടിനുള്ളതല്ല. ഈ ബൈക്ക് എനിക്ക് സ്ത്രീധനായി തന്നെ എന്റെ സുധിയാട്ടിനുള്ളതാ. ഒരു സുധിയേട്ടൻ എന്നാ സൗദി പോയി അവന്റെ മുഖത്തോണ്ടത്തേക്ക് ഇത് മുഴുവനും. എന്താ കോവിലിലെ നേർച്ചപ്പെട്ടി ആരോ കുത്തി തുറന്നു. 1 വർഷത്തെ നേർച്ച കാണും. ആ പിച്ചക്കാരൻ മാരിയെ കാണാനില്ല. അവനാണെന്നാണ് എല്ലാരും പറയണത്. എന്റെ കർത്താവേ, വന്ന് ത്യാവിക്കും രക്ഷയില്ലാണ്ടായി. അവൻ തൊലഞ്ഞു പോവും. അമ്മച്ചിയുടെ മുതല് കട്ടോണ്ട് പോയാലേ എങ്ങനെ നന്നാവാനാവൻ? രാവിലെ തൂറണമെങ്കിൽ അവൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം. ഇന്ന് കാണാത്തപ്പോഴേ ഞാൻ നിരീക്ഷിച്ചു ഇത് അവൻ തന്നെ ആയിരിക്കും. എങ്ങോട്ട് തുടഞ്ഞാലും അവന്റെ കണ്ണി പണ്ണാരപ്പെട്ടിയിലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എപ്പ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ഏതായാലും പഠിച്ച കള്ളം തന്നെ. പിച്ചക്കാരനെന്ന് നിരൂപിച്ച് ഞാനും കുറെ ചോറ് കൊടുത്തിട്ടുണ്ട്. മഹാഭാവി മാരി പോലും. ആൻഡോ സാറല്ലേ? സൈപ്പർ ആൻഡോ? ആൻഡോയോ? ഏതാൻഡോ? 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നേരുത്. എനിക്കറിഞ്ഞൂടാ. അല്ല, ഒന്ന് തുറക്കോ? അതെ, ഇവിടെ തന്നെ താമസിച്ചിരുന്നേ. നല്ല തടിച്ചിട്ടൊരാള്. നേരം മെനക്കെടുത്താന്ന് പോ. അല്ല, ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡിയായോ? ഭാസ്കറായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളല്ലേ? SI സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ചേരിക്ക് തട്ടി മിനിഞ്ഞാന്ന്. പെട്ടിയും പൊക്കട എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാളഭാസ്കരൻ.
ഓ അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നീ നാട്ടിൽ തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറ ആരെ അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ദേ ഇല്ലിരിക്കുന്നു. ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുക കേട്ടാ. എടാ, തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നൂടെ നിനക്ക്? ആരുടെ അടുത്തടായി വാശി? കരയല്ലമ്മ. എന്തോന്നമ്മ കരയല്ലേ? ഇല്ല മോനെ, ഇനി ഞാൻ കരയില്ല. നാളെ പൊങ്കാലയാ. പൊന്നമ്മച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് മുടങ്ങാതെ ഭഗവതിക്ക് പൊങ്കാലടുപ്പ് കൂട്ടുന്നവളാ ഈ ഭാർഗവി. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഭഗവതിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റൂല. എന്റെ മോനെ. ജാങ്കോ, ജാങ്കോ എന്താണ്? എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചു തരൂ. എത്ര വേണ്ടി വരും? ഒരു 10,000. 10,000? എന്തിനാണ് ഇത്രയും കാശ്? ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. ഈ 10,000 എന്നൊക്കെ പറയുമ്പോ പലിശക്ക് എടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നീ എനിക്ക് ഒപ്പിച്ചു തരണം. അണ്ണനോടൊന്നില്ലേ, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ആ ചാക്കേട്ട ആദ്യോട്. എന്താ പുതിയ ടിവിയാ? ഭാസ്കരനുമായിട്ടുള്ള അടി ടി വി കാണാൻ പോകാനാ? പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചി ഒരു TV നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു. അത് ശരിയായില്ല. ഇത് പുത്തനാണ്, കളറ്.